ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ആസന്നമാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയിൽ മത്സരിക്കും? 2021 അവരെ ജനാധിപത്യ മുന്നണിയിൽ നിന്നും അടിച്ചിറക്കിയപ്പോൾ കമാന്നൊരശ്വരം മിണ്ടാതിരുന്നവരെല്ലാം ചേർന്ന് 2026 ജനുവരി 13 അവരെ അവരാരും അറിയാതെ ജനാധിപത്യ മുന്നണിയിൽ ചേർത്തു. കേരള കോൺഗ്രസ് മാണി പിളർത്തി. കേരള കോൺഗ്രസ് റോഷി ഉണ്ടാക്കി. ചിലർ 3 MLA-മാരെ റോഷി പശുത്തും 2 MLA-മാരെ ജോസ് പശുത്തുമാക്കി. 10 ജില്ലാ പ്രസിഡന്റുമാരെയും റോഷി പശുത്താക്കി. പാർട്ടിയുടെ അവസാന വാക്ക് ചെയർമാൻ ജോസ് കെ മാണി ആണെന്ന് അപ്പോഴും റോഷി പറയുന്നുണ്ടായിരുന്നു. ജനാധിപത്യ മുന്നണിയിൽ ചേരണമെന്ന അഭ്യർത്ഥനയുമായി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ജോസ് കെ മാണിയെ ബന്ധപ്പെട്ടെന്നും രാഹുൽ ഗാന്ധിയുമായി ജോസ് സംസാരിച്ചെന്നും വാർത്ത പരത്തി. സോണിയ ആശുപത്രിയിലാണെന്ന കാര്യം ചിലർ ചൂണ്ടിക്കാണിച്ചെങ്കിലും അവഗണിച്ചു. ജീവൻ രക്ഷിക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് കിട്ടുന്ന അവസാനത്തെ കച്ചിത്തുരുമ്പാണ് ജനാധിപത്യ മുന്നണിയിൽ കടക്കാനുള്ള ഈ സാധ്യതയെന്നും ചിലർ ഉപദേശിച്ചു. ഇടതുമുന്നണിയിൽ നിന്നാൽ ഒരു സീറ്റിലും കേരള കോൺഗ്രസ് എം ജയിക്കില്ലെന്നും അവർ പ്രവചിച്ചു. ജനാധിപത്യ മുന്നണിയിൽ പോയാൽ റോഷിയുടെ ഇടുക്കിയിലടക്കം പല സീറ്റിലും വിജയം ഉറപ്പാണെന്നും അവർ പ്രചരിപ്പിച്ചു. ഇല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില വെച്ച് 18,000 വോട്ടിന് UDF മുന്നിൽ നിൽക്കുന്ന ഇടുക്കിയിൽ റോഷി കട്ടപ്പുകയാകുമെന്നും അവർ ഭീഷണിപ്പെടുത്തി. ഗൾഫിലെ ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ ചികിത്സയിലായ ഒരു സുഹൃത്തിനെ കാണുവാൻ ജോസ് കെ മാണി അവിടെ പോയ അവസരത്തിൽ കേരളത്തിൽ ഉണ്ടാക്കിയ ഈ പൊല്ലാപ്പുകളാണ് ഇതെല്ലാം. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ജനുവരി 12 നടത്തിയ കേന്ദ്രവിരുദ്ധ ഉപവാസ സമരത്തിൽ പങ്കെടുക്കാതിരുന്നത് ജോസ് മുന്നണി വിടുന്നതിന് തെളിവായി അവർ കൊണ്ടുവന്നു. ഇടതുമുന്നണി നടത്തുന്ന മേഖലാ ജാഥകളിൽ മധ്യ കേരള ജാഥയുടെ നേതൃത്വം ജോസ് കെ മാണി വഹിക്കുന്നില്ലെന്നും അവർ പ്രചരിപ്പിച്ചു. ജനുവരി 16 നടക്കുന്ന പാർട്ടിയുടെ ഉന്നതാധികാര സമിതി യോഗത്തിൽ എല്ലാം തീരുമാനമാകുമെന്നും അവർ പ്രഖ്യാപിച്ചു. ഗൾഫിൽ ജോസ് കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത സുഹൃത്തിന്റെ വീട്ടിലാണ് ഉള്ളതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും അവിടെ ഉണ്ടെന്നും ചിലർ കഥകൾ ഉണ്ടാക്കി. കേരളത്തിൽ പരക്കുന്ന ആരവങ്ങൾ കണ്ട ജോസ് കെ മാണി ഞങ്ങൾ ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയാണെന്നും അതിൽ മാറ്റമില്ലെന്നും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി താൻ ഗൾഫിൽ ആയതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ പങ്കാളിയാകാതിരുന്നതെന്നും പാർട്ടിയുടെ 5 MLA-മാരും സമരത്തിൽ സംബന്ധിച്ചുവെന്നും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചെങ്കിലും വരികൾക്കിടയിലൂടെ വായിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നതല്ല സത്യമെന്ന് വ്യാഖ്യാനിക്കുകയായി മാധ്യമങ്ങൾ. ഞങ്ങൾ ഇടതുമുന്നണിയിലാണ്, അവിടെ തന്നെ തുടരുമെന്ന് പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവ് റോഷി അഗസ്റ്റിൻ ആവർത്തിച്ചു പറഞ്ഞിട്ടും ആരും സമ്മതിച്ചില്ല. റോഷിയും ജോസും 2 ഗ്രൂപ്പായെന്നും ജോസാണ് മുന്നണി വിടാൻ പോകുന്നതെന്നും കേരള കോൺഗ്രസ് എം 2 കഷ്ണമാകുമെന്നും മത്സരിച്ച് പ്രചരിപ്പിച്ചു. ജനാധിപത്യ മുന്നണി ജോസിനും ജോസഫിനും കൊടുക്കുന്ന സീറ്റുകളുടെ എണ്ണവും വെളിപ്പെടുത്തി. അതോടെ ഇടതുപക്ഷം ചേരുന്ന റോഷി വഴിയാധാരമാകുമെന്നു വരെ പ്രചാരണമുണ്ടായി. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷത്തോടും പിണറായി വിജയനോടുമുള്ള ശത്രുതയുടെയും എങ്ങനെയും ഇടതുമുന്നണി തകർക്കണമെന്ന വലതുഭരണം കൊണ്ടുവരണമെന്നുമുള്ള ആഗ്രഹത്തിന്റെ തീഷ്ണതയുടെയും അടയാളമായി ഈ മാധ്യമ സൃഷ്ടികൾ. സംഭവം നടക്കുമെന്നോ ഇല്ലെന്നോ പറയാതെ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ കേരള കോൺഗ്രസ് എം തങ്ങളുടെ കൂടെ വന്നതുപോലെ ഭാവിച്ച് പ്രതികരണങ്ങൾ നടത്തി. കേരള കോൺഗ്രസ് ഇല്ലാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നും അവർ അവകാശപ്പെട്ടു. പിന്നെന്തിനാണ് ജോസ് കെ മാണിയുടെ പാർട്ടിയെ ഇടതുമുന്നണിയിൽ നിന്നും കേരള കോൺഗ്രസ് പോലും പിളർത്തി മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ആരും പറഞ്ഞില്ല. ജോസിനെ തങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് വിജയിപ്പിച്ച് മന്ത്രിയാക്കാൻ ജനാധിപത്യ മുന്നണിക്ക് അത്ര മോഹമോ, ജോസിനോട് അത്ര സ്നേഹമോ എന്ന് പലരും സംശയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് അടുത്തെത്തിയ സാക്ഷാൽ KM മാണിയെ ഹീനമായി വലിച്ചിട്ടതാരെന്ന് ജോസ് കെ മാണിക്കറിയാം. 1991 കേന്ദ്ര മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ എല്ലാം ക്രമീകരിച്ച് കാത്തിരുന്ന മാണിയെ വലിച്ചിട്ടത് ആരെന്നും ജോസിനറിയാം. ഇത്ര സ്നേഹമെങ്കിൽ ജനാധിപത്യ മുന്നണി 2021 ജോസിനെ നടുക്കടലിലേക്ക് തള്ളിയിട്ടപ്പോൾ മാനുഷാത എന്ന് എന്തേ ഇവരാരും പറഞ്ഞില്ല? അന്ന് നടുക്കടലിൽ പെട്ടുപോയ ജോസിന് മാന്യമായ അംഗീകാരം കൊടുത്ത് ഏതാണ്ട് അർഹമായ സീറ്റുകളും കൊടുത്ത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 MLA-മാരും ഉണ്ടാക്കി കൊടുത്ത ഇടതുമുന്നണി വിടാൻ രാഷ്ട്രീയമായ എന്ത് കാരണമാണ് പറയാനുള്ളതെന്ന് ഈ വക്താക്കളാരും പറഞ്ഞില്ല. അന്ന് CPM അവരുടെ സിറ്റിംഗ് സീറ്റുകളായ റാന്നിയിലും ചാലക്കുടിയിലും പോലും വിട്ടുകൊടുത്താണ് ജോസിനെയും കൂട്ടുകാരെയും മുന്നണിയിലെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ഇടതുമുന്നണിക്ക് കേരള കോൺഗ്രസ് എം അനിവാര്യമല്ലെന്ന് പൊതുവികാരം ഉണ്ടായിരുന്ന കാലത്താണ് പിണറായി വിജയൻ ഏതാണ്ട് ഒറ്റയ്ക്ക് ഈ തീരുമാനമെടുത്തത്. അതിൽ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളെ ഭിന്നിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾ കേരളത്തിൽ ഭിന്നിച്ചിരിക്കുന്നുവെന്ന് വരുത്തുക എന്നത് വിജയത്തിന് അനിവാര്യമാണെന്ന് വിജയൻ അറിയാം.
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾ ഒന്നിച്ചെതിർത്താൽ അവർക്കാവും കേരളത്തിൽ വിജയസാധ്യതയെന്ന് കമ്മ്യൂണിസ്റ്റുകാർ 1960-ൽ പഠിച്ചതാണ്. 1957-ൽ കേരളത്തിൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെല്ലാം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 1960-ൽ ഒന്നിപ്പിച്ച് മാതൃക കാണിച്ചത് PT ചാക്കോ ആയിരുന്നു. ആ പോരാട്ടത്തിൽ ചാക്കോയുടെ മുന്നണി ജയിച്ചു. 1964-ൽ ആ മന്ത്രിസഭ നിലം പൊത്തിക്കഴിഞ്ഞ് 1969-ൽ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ മഹാഗുരുവായ K കരുണാകരൻ ഒരു വിധത്തിലാണ് കോൺഗ്രസിനെ ഒരു മുന്നണിയിലാക്കിയത്. അതുവരെ ഒറ്റയ്ക്ക് മത്സരിച്ച് തോൽവി ഒരുക്കിയായിരുന്നു കോൺഗ്രസ്. 1964-ലുണ്ടായ കേരള കോൺഗ്രസിനെ അംഗീകരിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല. കേരള കോൺഗ്രസിനെ അംഗീകരിക്കണം, ജനാധിപത്യ ശക്തികൾ ഒന്നിച്ചു നിൽക്കണമെന്ന ക്രൈസ്തവ നായർ നേതൃത്വങ്ങളുടെ ആഹ്വാനമെന്ന് കോൺഗ്രസ് കേട്ട ഭാവം നടിച്ചില്ല. 1969-ലാണ് തൊട്ടവനെ തൊടിലെ എന്നിൽ നിന്ന് പറഞ്ഞ് കേരള കോൺഗ്രസുമായി ഒന്നിച്ചു ഭരിക്കാൻ തയ്യാറായത്. കേരള കോൺഗ്രസ് ചെയർമാൻ KM ജോർജ് അംഗമായ CPI-യുടെ C അച്യുതമേനോൻ മന്ത്രിസഭയ്ക്ക് കോൺഗ്രസ് പിന്തുണ നൽകി. 1970-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ആ ബന്ധം നിലനിന്നില്ല. സീറ്റ് ചർച്ചകളിൽ കേരള കോൺഗ്രസിനെ ഒതുക്കാൻ കോൺഗ്രസും CPI-യും നോക്കിയപ്പോൾ കേരള കോൺഗ്രസ് പടിയിറങ്ങി. പിന്നീട് 1976-ൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധിയാണ് കേരള കോൺഗ്രസിനെ കോൺഗ്രസ് മുന്നണിയിൽ എത്തിച്ചത്. അതും കേരള കോൺഗ്രസ് ഇല്ലാതെ ഭരണം പിടിച്ച മുന്നണിയിലേക്ക്. ധനകാര്യവും ഗതാഗതവും എക്സൈസും പോലുള്ള വലിയ വകുപ്പുകൾ കൊടുത്തുകൊണ്ട്. അന്നും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കേരള കോൺഗ്രസ് വേണമെന്ന പൊതുവികാരം ഉണ്ടായിരുന്നില്ല. കേരള കോൺഗ്രസ് കൂടെയില്ലാത്തത് എതിരാളികൾക്ക് കരുത്താണെന്ന തിരിച്ചറിവായിരുന്നു കാരണം. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെ മുൻകൈയെടുത്ത് മുന്നണി ശക്തമാക്കി. ഇപ്പോഴും ഈ തിരിച്ചറിവ് തന്നെയാണ് കോൺഗ്രസിലെ പല നേതാക്കൾക്കും ഉള്ളത്. കേരള കോൺഗ്രസ് മുന്നണിയിൽ വന്നാൽ തങ്ങൾക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടില്ല എന്ന പേടിയുള്ള കോൺഗ്രസ് നേതാക്കൾ എന്നും അവരുടെ വരവിനെ എതിർക്കും. മുന്നണി സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് ചരട് വലിക്കും. ഇതെല്ലാം എക്കാലവും സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. കേരള കോൺഗ്രസ് പോയാൽ പുല്ലെന്ന് കരുതിയവർക്ക് 2020-ലെ തെരഞ്ഞെടുപ്പിൽ അബദ്ധം മനസ്സിലായി. ജോസഫിന് കൊടുത്ത 10 സീറ്റിൽ ജയിക്കാനായത് 2 സീറ്റിൽ. കേരള കോൺഗ്രസിന്റെ വത്തിക്കാനായ പാലായും അന്തോക്കിയായ കടുത്തുരുത്തിയും പോയി എന്നത് സത്യം. ജോസിനോടും സാക്ഷാൽ KM മാണിയോടും എതിരുള്ളവരെല്ലാം പാലായിൽ ഒന്നിച്ചുകൂടി. അവരിൽ ഇടത് സഖാക്കളും സംഘികളും എല്ലാം ഉണ്ടായിരുന്നു എന്നതും സത്യം. പാലായിലെ സഖാക്കളിൽ നല്ല പങ്ക് തന്റെ കൂടെയാണെന്ന് മാണി C കാപ്പൻ അടുത്ത കാലത്തും പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തോടുള്ള സ്നേഹത്തെക്കാൾ മാണിയുമായി അരനൂറ്റാണ്ടിലേറെയായി നടത്തിയ പോരാട്ടത്തിലെ തോൽവികൾ ഉണ്ടാക്കിയ മുറിവുകളുടെ കൂടി സൃഷ്ടിയാണ്. പാലായിലെ വോട്ടർമാർ പാർട്ടി അടിസ്ഥാനത്തിൽ എന്നതിനേക്കാൾ മാണിക്കാരും മാണിവിരുദ്ധരുമായിട്ടാണ് തിരിയുക. മാണിവിരുദ്ധരിൽ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJP-ക്കാരും ഉൾപ്പെടും. അവരെല്ലാം ഒന്നിച്ചു നിൽക്കും. ഈ 3 കൂട്ടരിൽ പെട്ടവരും മാണി സംഘത്തിലും ഉണ്ടാവും. കടുത്തുരുത്തിയിലും സമാന സാഹചര്യമാണ്. അവിടത്തെയും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കേരള കോൺഗ്രസ് ആവും. മോൻസ് മാണി വിരുദ്ധരെ എല്ലാം ഒന്നിച്ചു കൂട്ടി ജയിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്ന മുന്നണി അനുസരിച്ച് വോട്ട് വന്നാൽ ഇടതുപക്ഷ മുന്നണിക്ക് ജയിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത മണ്ഡലങ്ങളാണ് ഇവ. 2026-ലെ ജീവൻ മരണ പോരാട്ടത്തിൽ ഇടതു വോട്ടുകൾ കേരള കോൺഗ്രസ് എമ്മിന് കിട്ടാതിരിക്കാൻ അവസാന നിമിഷം നടത്തുന്ന ഇത്തരം പ്രചാരണങ്ങൾ സഹായമാകുമെന്ന് കുനുഗോകുലന്മാർ കണക്ക് കൂട്ടുന്നുണ്ടാകും. ജനാധിപത്യ പാർട്ടികൾ ഒന്നിച്ച് മത്സരിക്കുവാൻ തങ്ങൾ പരമാവധി ശ്രമിച്ചുവെന്ന് മാലോകരെ ബോധ്യപ്പെടുത്താനായേക്കും. ഒരു കാര്യം സംശയമില്ലാതെ തെളിഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഫലം കേരള കോൺഗ്രസ് എമ്മിനുള്ള ജനപിന്തുണയെക്കുറിച്ച് ജനാധിപത്യ മുന്നണിക്കോ മാധ്യമങ്ങൾക്കോ സംശയമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇടതുവിരുദ്ധ തരംഗം ഉണ്ടായിട്ടും 1.62% വോട്ട് നേടാൻ കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചിട്ടുണ്ട്. പാലായിലെ ജോസ് കെ മാണിയുടെ വാർഡിൽ കേരള കോൺഗ്രസ് തോറ്റു, നിയമസഭയിൽ തോറ്റു, ലോക്സഭയിൽ തോറ്റു എന്ന് പറയുന്നതെല്ലാം സത്യമാണ്. പാലായിൽ ജോസ് കെ മാണിയുടെ വീടിരിക്കുന്ന പ്രദേശത്തുള്ളവർ കൂടുതലും മറ്റ് പാർട്ടിക്കാരാണ് എന്ത് ഇന്നത്തെ പ്രത്യേകതയല്ല. പാലാ മുനിസിപ്പാലിറ്റിയിൽ മുന്നണി തോറ്റെങ്കിലും ജോസിന്റെ പാർട്ടിക്ക് 10 സീറ്റ് കിട്ടി. ഒരു സീറ്റിൽ തോറ്റത് 2 വോട്ടിന്. ഒരു സീറ്റ് നഷ്ടപ്പെട്ടത് നറുക്കിട്ടും. വോട്ട് തുല്യമാകുമ്പോൾ നറുക്കിട്ട നേതാവിനെ നിശ്ചയിക്കുന്നത് തെറ്റാണ്. 2 പേർക്കും 2.5 വർഷം വീതം കൊടുക്കുകയാണ് വേണ്ടത്. ആദ്യം ആർക്കെന്ത് നറുക്കിട്ട് തീരുമാനിക്കാം. അതുകൊണ്ട് കേരള കോൺഗ്രസ് എം ഇല്ലാതാവാൻ പോകുന്നു എന്നെല്ലാം പ്രചരിപ്പിക്കുന്നത് നിഗൂഢ ലക്ഷ്യങ്ങളോടെയാണ്. ജനുവരി 14-ന് രാവിലെ ഗൾഫിൽ നിന്നും തിരിച്ചെത്തിയ ജോസ് കെ മാണി പ്രചാരകരുടെ വായടച്ചു. കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിൽ തുടരുമെന്ന് അദ്ദേഹം തീർത്തും പറഞ്ഞു. മുഖ്യമന്ത്രിയും മുന്നണി നേതാക്കളെയും അറിയിച്ചതാണ് താൻ വിദേശത്ത് പോയതെന്ന് ജോസ് വെളിപ്പെടുത്തി.
അത്യാസന്ന നിലയിൽ കിടക്കുന്ന അച്ചാച്ചന്റെ അടുത്ത സുഹൃത്തിനെ കാണാൻ പോയതുമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഞങ്ങളെ ഓർത്ത് ആരും കരയേണ്ടതില്ലെന്നും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരഞ്ഞാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും റോഷി പറഞ്ഞത് താൻ പറഞ്ഞതനുസരിച്ച് ആണെന്നും ചെയർമാൻ വ്യക്തമാക്കി. 1969 കോൺഗ്രസ് മുന്നണിയിലെ സീറ്റ് ചർച്ചകൾ എങ്ങും എത്താതിരുന്നപ്പോൾ മുന്നണിയിൽ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ KM ജോർജ് പത്രക്കാരോട് പറഞ്ഞതും കോട്ടയത്ത് ചേർന്ന അവരുടെ പാർട്ടി നിർവാഹക സമിതി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതും ചരിത്രത്തിലെ ഒരു ഏടാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖം രക്ഷിക്കാനായെങ്കിലും കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി തുടരുന്നതിൽ എതിർപ്പുള്ളവർ കേരള കോൺഗ്രസ് എമ്മിലുമുണ്ട്, അണികളിലുമുണ്ട്, അനുഭാവികളിലുമുണ്ട്. ഇനി ഒരു പിളർപ്പിന് സ്കോപ്പില്ല എന്ന് എല്ലാവർക്കും അറിയാം. പാലായിൽ നവകേരള സദസ്സിൽ പിണറായി കേരള കോൺഗ്രസ് എംപിയെ ശാസിച്ചപ്പോഴും 2024 കോട്ടയത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റപ്പോഴും ഈ വികാരം ശക്തമായതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെ ഫലവും കേരള കോൺഗ്രസ് എമ്മിന് സന്തോഷകരമല്ല. മുന്നണി വിടാൻ പാർട്ടിയുടെ സഹായികൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. ഇടതു മുന്നണി വിടാൻ എന്തു കാരണം പറയും എന്ന ചോദ്യവുമുണ്ട്. രാജ്യസഭ സീറ്റ് കൊടുത്തു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചോദിച്ച സീറ്റുകളെല്ലാം കൊടുത്തു. കേരള കോൺഗ്രസ് മാണിക്ക് വിലപേശൽ ശേഷി ഉണ്ടാക്കിയത് CPM ആണ്. കേരള കോൺഗ്രസിനെ പ്രമുഖ കക്ഷിയായി CPM അംഗീകരിക്കുന്നു. ഇതെല്ലാം കോൺഗ്രസ് മുന്നണിയിൽ സാധിക്കുമോ എന്ന് വലിയ ചോദ്യമാണ്. 1991 ഏപ്രിൽ 21 തോമസ് കുതിരവട്ടം രാജ്യസഭയിലെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഒരു രാജ്യസഭാംഗത്തിന് വേണ്ടിയുള്ള കേരള കോൺഗ്രസിന്റെ പോരാട്ടം വിജയിക്കുന്നത് 1995 CPIയിലെ NE ബലറാം 1994 ഏപ്രിൽ 16 അന്തരിച്ചതുമൂലം ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിലാണ് കേരള കോൺഗ്രസിന് സീറ്റ് ലഭിക്കുന്നത്. കുതിരവട്ടത്തെ തുടർന്ന് മാണിയുടെ വിശ്വസ്തനായ ജോയി നടുക്കരയ്ക്കാണ് സീറ്റ് ലഭിച്ചത്. അദ്ദേഹം 1995 ഒക്ടോബർ 10 മുതൽ 1997 ഏപ്രിൽ 24 വരെ രാജ്യസഭാംഗമായി. അടുത്ത തവണ തരാം എന്ന് പറഞ്ഞ് പലവട്ടം മാറ്റിയ സീറ്റ് അവസാനം കിട്ടിയത് ആന്റണി ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് അക്കാലത്ത് മാണി പറഞ്ഞിട്ടുണ്ട്. മറ്റ് കോൺഗ്രസ് നേതാക്കൾ ഉടക്കിയപ്പോൾ കഴിഞ്ഞ തവണ കൊടുത്ത വാക്കാണ് പാലിക്കണമെന്ന് ആന്റണി ഉറച്ച നിലപാടെടുത്തു. പിന്നീട് കേരള കോൺഗ്രസിന് രാജ്യസഭയിൽ പ്രതിനിധി ഉണ്ടാകുന്നത് 2012 അക്കാലത്ത് മാണിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ജോയി അബ്രഹാം 2012 ജൂലൈ 12 രാജ്യസഭാംഗമായി 2018 ജൂലൈ 1 വരെ തുടർന്ന് ജോസ് കെ മാണിക്ക് സീറ്റ് ലഭിച്ചത് വലിയ കളിയിലൂടെയാണ്. എന്നാൽ ഇത്തരം കളിയൊന്നും ഇല്ലാതെ 2024 ഇടതുമുന്നണി ജോസിന് സീറ്റ് കൊടുത്തു. ഇത്രയും നല്ല ബന്ധം നിലനിൽക്കുമ്പോൾ എങ്ങനെ മുന്നണി വിടുമെന്ന ചോദ്യമുണ്ട്. ഇത്രയും വലിയ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും മുന്നണി വിടാതിരുന്നാൽ പാർട്ടിയുടെ വിശ്വാസ്യത വർദ്ധിക്കും. ആളുകൾ പൊഴിഞ്ഞാലും പാർട്ടി പിളരില്ല. എല്ലാ നേതാക്കളും ഒന്നിച്ചു നിൽക്കും. ഇനി ഒരു പിളർപ്പിന് ആരും നോക്കാനിടയില്ല. ജനത്തെ തീരെ കിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ജനവധി നിയമസഭയിലും ആവർത്തിച്ചാൽ ഭരണം കിട്ടാനിടയില്ല. പക്ഷേ ത്രികോണ മത്സരം ഉണ്ടാക്കുന്ന സാധ്യത പ്രവചനാതീതമാകാനും ഇടയുണ്ട്. ഭരണവിരുദ്ധ വികാരം അനായാസം മറികടക്കാനാവില്ല. പരാജയ സാധ്യത ഉള്ളതുകൊണ്ട് പരസ്പരം കാലുവാരാതെ ഇടതുമുന്നണി മത്സരിച്ചാൽ ഫലം മാറാം. നിയമസഭയിലേക്കുള്ള ജനങ്ങളുടെ സമീപനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ആകണമെന്നില്ല. കേരളത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനുമാണ് സാധാരണ മേൽക്കൈ കിട്ടിയിരുന്നത്. അതാണ് ചരിത്രമെന്നാൽ തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലെ ഫലം ആവർത്തിക്കണമെന്നില്ല. ജനാധിപത്യ മുന്നണിയും ഇടതുമുന്നണിയും മാറി മാറി ജയിക്കുന്നതാണ് ഇവിടുത്തെ ചരിത്രം. ഇനി കേരള കോൺഗ്രസ് എം ജനാധിപത്യ മുന്നണിയിൽ എത്തിയാലോ? മത്സരിക്കുവാൻ കൂടുതൽ സീറ്റുകൾ ലഭിച്ചാലും ജയിക്കുന്ന സീറ്റുകൾ കുറവാകും. ജോസഫ് മത്സരിക്കുന്ന സീറ്റുകൾ കുറഞ്ഞാലും കൂടുതൽ സീറ്റിൽ വിജയിക്കും. 1982 അനുഭവം അതാണ്. അന്ന് എല്ലാം തകിടം മറിക്കുവാൻ സാക്ഷാൽ KM മാണി ഉണ്ടായിരുന്നു. അങ്ങനെ 1991 ജോസഫിനെ എടുത്തു പോകേണ്ടി വന്നു. കോൺഗ്രസ് ലീഗും മാണിയെ വിളിക്കുന്നത് ജോസഫുമായി തമ്മിലടിക്കാനാവും. ഇവർ തമ്മിലടിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ലക്ഷ്യം കാണാനാവും. അല്ലെങ്കിൽ ജോസഫിനെ മിരിക്കുക അത്ര എളുപ്പമല്ലെന്ന് കോൺഗ്രസിന് അറിയാം. ഭരണം കിട്ടിയാൽ പ്രത്യേകിച്ചും സമാധാനത്തോടെ രണ്ടു വീട്ടിൽ കഴിയുന്നതാണ് നല്ലതെന്ന് ഉപദേശിച്ച മാണി തന്നെ 2010 ജോസഫിനെ ലയിപ്പിച്ച് മാണിയിൽ ചേർത്തിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ജോസും കൂട്ടരും ജനാധിപത്യ മുന്നണിയിൽ തന്നെ കാണുമായിരുന്നില്ലേ? കേരള കോൺഗ്രസുകാർ കോൺഗ്രസ് വികാരം ഉള്ളവരാണെങ്കിലും കേരളത്തിൽ കോൺഗ്രസ് വിരുദ്ധരാണ്. 1964 കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത് തന്നെ കോൺഗ്രസ് വിരുദ്ധ ശക്തിയായാണ്. വടക്കേ ഇന്ത്യൻ ഗോസായികളുടെ താറുചുമക്കും പരീക്ഷകൾ എന്നാണ് കേരള കോൺഗ്രസിനെ ചിത്രീകരിച്ചിരുന്നത്. കേരളത്തിലെ യഥാർത്ഥ കോൺഗ്രസുകാർ
തങ്ങളാണെന്നും ഔദ്യോഗിക സംഘടനക്കാർ അഴിമതിക്കാരും ചതിയന്മാരും കള്ളന്മാരാണെന്നും കേരള കോൺഗ്രസ് അവകാശപ്പെട്ടു. ഒരു കോൺഗ്രസ് മന്ത്രിസഭയെ അവിശ്വാസ പ്രമേയത്തിലൂടെ വലിച്ചിട്ടാണ് അവർ ജന്മം കൊണ്ടത്. ആർ ശങ്കറായിരുന്നു ആ കോൺഗ്രസ് മുഖ്യമന്ത്രി. 1965 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നതിനായിരുന്നു അവരുടെ മുഖ്യ ലക്ഷ്യം. മനസ്സുകൊണ്ട് അവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുമായിരുന്നു. അതുകൊണ്ട് 1965 സാക്ഷാൽ KM ജോർജ് EMSന് മുന്നിൽ വെച്ച ഒരു വിചിത്ര നിർദ്ദേശം ഉണ്ടായിരുന്നു. കോൺഗ്രസിനെ തോൽപ്പിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പിന്താങ്ങുക, പക്ഷേ ഞങ്ങൾ നിങ്ങളെ പിന്താങ്ങില്ല. 1965 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുവാൻ EMS പല നിയോജക മണ്ഡലത്തിലും ഈ നിലപാട് കൈക്കൊണ്ടു എന്ന് കോൺഗ്രസുകാർ പറയാറുണ്ട്. അങ്ങനെ കോൺഗ്രസ് വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പാർട്ടിയെ തുടരുന്നത് രാഷ്ട്രീയ വിവേകമാകില്ലെന്നും മുന്നണി ബന്ധങ്ങൾക്ക് തടസ്സമാകുമെന്നും മനസ്സിലാക്കിയ KM മാണി അതിനായി ഒരു പുത്തൻ ദാർശനിക അടിത്തറ ഉണ്ടാക്കി. അതിന് ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ട്. 1969 കോൺഗ്രസ് മുന്നണിയിൽ വന്നെങ്കിലും 1970 പാർട്ടി ആ മുന്നണിയിൽ നിന്നും പുറത്തായി. നിയമസഭയിൽ CPM കേരള കോൺഗ്രസുമായി അടുത്തു. നേതാക്കൾ തമ്മിലും അണികൾ തമ്മിലും നല്ല ബന്ധമായി. ഈ പശ്ചാത്തലത്തിലാണ് മാണിയുടെ ആലുവ പ്രമേയം വരുന്നത്. 1973 ഡിസംബർ 29, 30 തീയതികളിൽ ആലുവയിൽ നടന്ന കേരള കോൺഗ്രസ് പ്രതിനിധി സമ്മേളനത്തിൽ മാണി അവതരിപ്പിച്ച സാമ്പത്തിക പ്രമേയം. അതിലെ 19ാമത്തെ നിർദ്ദേശം കർഷക തൊഴിലാളി മേഖലകൾ തമ്മിൽ കൂടുതൽ അടുപ്പവും യോജിപ്പും ഉറപ്പുവരുത്തി ഉൽപാദന മേഖലയിൽ ശാശ്വതമായ സമാധാനവും ഉത്തേജനവും പ്രദാനം ചെയ്യുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും അതോടൊപ്പം കർഷക തൊഴിലാളികളുടെ തൊഴിൽപരവും വേതനപരവുമായ ക്ഷേമം കൈവരുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആയിരുന്നു. ഈ പ്രമേയമാണ് പിൽക്കാലത്ത് അധ്വാന വർഗ സിദ്ധമായി രൂപാന്തരപ്പെട്ടത്. അതിലൂടെ മാണി എഴുത്തുകാരനായ കർഷകരെയും അധ്യാപകരെയും തൊഴിലാളികളെയും ഒരു വർഗമാക്കി ചിത്രീകരിച്ചു. ലോകത്ത് മുതലാളിയും തൊഴിലാളിയും എന്ന രണ്ട് വർഗം മാത്രമല്ല ഉള്ളതെന്നും ഇടത്തരക്കാർ എന്ന അധ്വാന വർഗം കൂടി ഉണ്ടെന്നും മാണി ചൂണ്ടിക്കാണിച്ചു. ആ വർഗത്തിൽ പെട്ടവനായിരുന്നു മാണി. കേരള കോൺഗ്രസിലെ നല്ല വിഭാഗവും ക്രൈസ്തവരിലെ സമ്പന്ന വിഭാഗക്കാർ അന്നും മിക്കവാറും കോൺഗ്രസുകാരായിരുന്നു. CPM-മായി സഹകരിക്കാനുള്ള ഈ നീക്കത്തെ E. ജോൺ ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് വിഭാഗം എതിർത്തു. കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളിൽ CPM സഖാക്കൾ നടത്തിയ തേർവാഴ്ചകളോടുള്ള എതിർപ്പായിരുന്നു കാരണം. 1976 കോൺഗ്രസ് മന്ത്രിസഭയിൽ ചേർന്നതോടെ ആ നീക്കം പൊലിഞ്ഞു. പിന്നീടുള്ള 3 പതിറ്റാണ്ട് കോൺഗ്രസും കേരള കോൺഗ്രസും സഹകരിച്ചാണ് പ്രവർത്തിച്ചത്. നേതാക്കൾ കലഹിച്ചപ്പോഴും അണികൾ ചേർന്ന് നിന്നു. ഈ പശ്ചാത്തലത്തിൽ 1989 ഒക്ടോബർ 1 കോട്ടയത്ത് ചേർന്ന കേരള കോൺഗ്രസ് രജത ജൂബിലി സമ്മേളനത്തിൽ മാർക്സിസ്റ്റ് സംസ്കാര തകർച്ചയും ജനാധിപത്യ പുനഃസംഘടനയും എന്ന പേരുള്ള ആശയവുമായി മാണി മുന്നോട്ട് വന്നു. ഇത്തരം ദാർശനിക നോട്ടങ്ങൾ ഒന്നുമില്ലാതെ കേരള കോൺഗ്രസുകാരും സഹകരിച്ചുകൊണ്ടിരുന്നു. ശത്രുപക്ഷത്ത് എപ്പോഴും CPM ആയിരുന്നു. 2021 കേരള കോൺഗ്രസ് മാണിയും CPM സഹകരിച്ചു തുടങ്ങിയെങ്കിലും അണികൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും നല്ല നിലയിലല്ല. കേരള കോൺഗ്രസ് ശക്തമായ മേഖലകളിൽ അവരുടെ എതിർചേരിയിൽ നിൽക്കാനാണ് CPM-കാരനായ സഖാക്കൾക്ക് സ്വാഭാവിക പ്രവണത. അത് മാറിയാൽ ഈ ബന്ധം വളരെ ശക്തമാവും. എല്ലാം തീരുമാനിക്കേണ്ടത് ജോസും സംഘവുമാണ്. ജയിച്ചാൽ സ്തുതി പാടാൻ ഇന്ന് പരിഹസിക്കുന്ന മാധ്യമങ്ങളെല്ലാം കാണും. അതാണ് അവരുടെ രീതി. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് പരസ്യമായി പറയുമ്പോഴും വലിയ വീണ്ടും വിചാരം വന്ന രീതിയിലാണ് പിണറായി സർക്കാർ. വികസന പദ്ധതികൾ ആറാഴ്ചകം നടപ്പാക്കണമെന്ന് സർക്കാർ സെക്രട്ടറിമാർക്ക് കർശന നിർദ്ദേശം കൊടുക്കുന്നത് തന്നെ ഒന്നാമത്തെ ഉദാഹരണം. വേറെയുമുണ്ട് ഉദാഹരണങ്ങൾ. NSS സ്കൂളിലെ അധ്യാപക നിയമനം സംബന്ധിച്ച 2024 മാർച്ച് 4 സുപ്രീം കോടതി വിധി എല്ലാ മാനേജ്മെന്റുകളിലെയും നിയമനങ്ങൾക്ക് ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ട് 2026 ജനുവരി 9 സുപ്രീം കോടതിയെ സമീപിച്ചു. എന്തേ ഇത്രയും വൈകിയെന്ന ചോദ്യം ഉയരുന്നുണ്ടെങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന പ്രമാണം ഉത്തരമായി വരുന്നു. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ 6320 താൽക്കാലിക അധ്യാപകരും ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന 17729 അധ്യാപകരുമുണ്ട്. 1542 ഒഴിവുകൾ ഭിന്നശേഷിക്കാർക്കായി നീക്കിവച്ച ശേഷമുള്ള ഒഴിവുകളാണിവ. സർക്കാർ നിരോധിച്ചത് മൂലം 2025 മെയ് 18 മുതൽ 31 വരെ 14 തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ട 1,72,160 മത്സ്യത്തൊഴിലാളികൾക്ക് 48,20,40,000 രൂപ കൊടുക്കുവാൻ 2026 ജനുവരിയിൽ തീരുമാനിച്ചു. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കിടപ്പ് രോഗികളെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് 600 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന
ആശ്വാസകിരണം പദ്ധതിയിൽ 2018 മുതലുള്ള അപേക്ഷകൾ സ്വീകരിക്കാനും സർക്കാർ തീരുമാനിച്ചു. KM മാണി ഫൗണ്ടേഷന് 25 സെന്റ് സ്ഥലം നൽകാനും തീരുമാനിച്ചു. ജലസേചന വകുപ്പിന്റെ കൈവശമുള്ള 25 സെന്റ് ഭൂമിയാണ് നൽകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിയായ പുനർജനി കേസ് അന്വേഷണം CBIക്ക് വിടുന്ന കാര്യം കൂടുതൽ പഠിക്കുവാൻ തീരുമാനിച്ചതും നല്ല നീക്കമാണ്. ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസിൽ ശബരിമല തന്ത്രി രാജീവ് കണ്ഠരരെ അറസ്റ്റ് ചെയ്തും നല്ല നീക്കമായി. രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല തന്ത്രിയും കൂടെ നടന്ന കൂട്ടുകൊള്ളയാണിതെന്ന് വന്നിരിക്കുന്നു. സ്വർണ്ണപ്പാളികൾ കൊണ്ട് പോകുന്നത് തന്ത്രി തടഞ്ഞില്ല എന്നാണ് കുറ്റം. ബോർഡ് നടത്തിയ ആചാര ലംഘനം തന്ത്രി ചൂണ്ടിക്കാണിച്ചില്ല. താന്ത്രിക നടപടികൾ പാലിച്ചില്ല. ഗൂഢാലോചനയിൽ പങ്കാളിയായി. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രക്ഷകർത്താവായിരുന്നു തുടങ്ങിയ തന്ത്രിയെ കുറിച്ച് വരുന്ന വിവരങ്ങൾ അമ്പരിപ്പിക്കുന്നതാണ്. മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ സത്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ വരേണ്ടവയാണ്. വർഗീയ ശക്തികൾ ഇന്നും കേരളത്തിലുണ്ട്. 10 വർഷമായി വർഗീയ കലാപമില്ല. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. തീവ്രവാദികളെ തലപൊക്കാൻ സർക്കാർ അനുവദിക്കുന്നില്ല എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ നിശബ്ദ പ്രവർത്തനത്തെ തടയുന്നും ഇല്ല എന്ന് ജനത്തിനറിയാം. മുസ്ലിം തീവ്രവാദികളുടെ ആയിരക്കണക്കിന് സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സ്വന്തം DGP നടത്തിയ വെളിപ്പെടുത്തലിന്റെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും ഇരുട്ടിലാണ്. ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുമെന്ന AK ബാലന്റെ മുന്നറിയിപ്പിനെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ എതിർത്തിട്ടും പിണറായി പിന്താങ്ങിയത് വെറുതെയല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയും കോൺഗ്രസ് മുന്നണിയുമായുള്ള ബന്ധത്തെ തങ്ങൾക്ക് അനുകൂലമായി വികാരമാക്കുവാനാണ് നീക്കം. സമസ്തയും അതിന് സഹായിക്കുമെന്നും CPM കരുതുന്നു. 1982 കരുണാകരൻ സർക്കാരിന്റെ കാലത്തുണ്ടായ ചാലവർഗീയ കലാപത്തിന് കാരണം ലീഗിനെ സഹായിക്കുവാൻ കരുണാകരന്റെ നിർദ്ദേശപ്രകാരം ആഭ്യന്തരമന്ത്രി വയലാർ രവി പോലീസിനെ നിഷ്ക്രിയമാക്കിയത് കൊണ്ടായിരുന്നു. 2003 മാറാട് കലാപം സന്ദർശിക്കുവാൻ പോയ മുഖ്യമന്ത്രി AK ആന്റണിക്ക് ഒപ്പം വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയെ കൂട്ടാൻ RSകാർ സമ്മതിച്ചില്ല. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നിന്നും ആന്റണി ഒറ്റയ്ക്ക് പോയി. പിണറായി ചരിത്രവും വിളമ്പി. പാർട്ടി സെക്രട്ടറി ആയിരുന്ന താൻ പോയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ 2003 മെയ് 4 അവിടെ പോയ പിണറായിക്ക് പക്ഷെ ആദ്യ വീട്ടിൽ നിന്നും മടങ്ങേണ്ടി വന്നു. CPM പഞ്ചായത്ത് പ്രസിഡന്റായ PP ബീരാൻ കോയയോടുള്ള RSSകാരുടെ കലിപ്പായിരുന്നു പ്രശ്നം. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷം നടത്തിയ പ്രസംഗത്തിൽ AK ആന്റണി നടത്തിയത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വിദ്വേഷ പ്രസംഗമായിരുന്നതും പിണറായി വ്യാഖ്യാനിച്ചു. ന്യൂനപക്ഷം കേരളത്തിൽ സംഘടിതരാണ്. സംഘടിത ശക്തി ഉപയോഗിച്ച് അവർ സർക്കാരിൽ നിന്നും അവിഹിതമായി പലതും നേടുന്നുവെന്ന് ആന്റണി പറഞ്ഞു. അത് വിദ്വേഷ പ്രസംഗമല്ല എന്ന് പിണറായി ചോദിച്ചു. മലബാറിൽ ലീഗിന് സീറ്റ് കൊടുത്താൽ മറ്റിടത്തും അവർ ചോദിക്കുന്ന കാലം വരും. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്തുണ്ടായ 5ാം മന്ത്രി വിവാദം ലീഗിന് ലാഭമോ നഷ്ടമോ ഉണ്ടാക്കുക എന്ന ലീഗ് ചിന്തിക്കണമെന്ന് VD സതീശൻ പറഞ്ഞതിലെ മുസ്ലിം വിരുദ്ധതയും പിണറായി ഓർമ്മിപ്പിക്കുന്നു. കളം തെളിയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവത്തിലെ 3ാമത്തെ അതിജീവിത ഗർഭചിത്രത്തിലൂടെ കൊന്ന കുഞ്ഞിനോട് സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന വിലാപം ഈ പൈശാചിക പ്രവർത്തിക്ക് സന്നദ്ധയാകേണ്ടി വരുന്ന ഓരോ അമ്മയുടെയും വിലാപമാണ്. 2023-24 ഗർഭചിത്രത്തിന്റെ എണ്ണം കേരളത്തിൽ കുതിച്ചുയർന്നുവെന്ന് ഓർക്കുക. 2014-15 76.43% വർധനയാണ് ഉണ്ടായത്. 2014-15 17,025 കുഞ്ഞുങ്ങളാണ് ഗർഭചിത്രത്തിലൂടെ കേരളത്തിൽ കൊല്ലപ്പെട്ടതെങ്കിൽ 2023-24 അത് 30,037 ആയി. 2015 മുതൽ 2025 വരെ 1,97,782 സ്ത്രീകൾ കേരളത്തിൽ ഗർഭചിത്രം നടത്തുന്നതായി രേഖയുണ്ട്. മനഃപൂർവ്വം നടത്തുന്ന ഗർഭചിത്രം സ്ത്രീകൾ അവരുടെ ശരീരത്തിന്മേൽ കൂടുതൽ നിയന്ത്രണം നേടുന്നതിന്റെ സൂചനയെ വ്യാഖ്യാനിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ അറിയുക. ഗർഭചിത്രം ഒരു രക്ഷപ്പെടലല്ല, നിത്യ രക്തസാക്ഷിത്വത്തിലേക്കുള്ള കടന്നുപോകലാണെന്ന് ഈ അമ്മയുടെ ഈ അതിജീവിതയുടെ വിലാപം അടിവരയിടുന്നു. എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യം, എന്റെ ഇഷ്ടം പോലെ ജീവിക്കും. പ്രായപൂർത്തിയായ യുവതിക്ക് ഏതു പുരുഷനുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. അതിനുള്ള വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് എന്നെല്ലാം വീമ്പിളക്കി അവരെ സ്നേഹിക്കുന്ന മുതിർന്നവരും മതങ്ങളും സമൂഹവും ഉയർത്തുന്ന ലക്ഷണങ്ങളും രേഖകളെല്ലാം ലംഘിച്ച് തോന്നിയാസം ജീവിക്കുന്ന യുവതികൾ എങ്കിലും ഈ വിലാപം ഒന്ന് വായിക്കണം. അതിജീവിത എഴുതുന്നു: ഞങ്ങളുടെ അസുരഗണങ്ങൾ സ്വർഗത്തിലേക്ക് എത്തട്ടെ. അവ അവരോട് പറയട്ടെ, നിങ്ങളുടെ അമ്മമാർ നിങ്ങളെ ഒരിക്കലും മറക്കില്ല. നിങ്ങളുടെ സത്വം സുപ്രധാനമാണ്. നിങ്ങളുടെ ആത്മാവ് ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നാം വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ അമ്മയുടെ ഹൃദയത്തിൽ നീ ഉണ്ടാവും. പ്രിയ കുഞ്ഞാറ്റ, ഞാൻ നിന്റെ അത്രമേൽ സ്നേഹിക്കുന്നു. മലയാളത്തിൽ കൃത്യമായി വിവർത്തനം ചെയ്യാനാവാത്ത ഇംഗ്ലീഷിലെ മൂൺ ആൻഡ് ബാക്ക് എന്ന പ്രയോഗമാണ് അമ്മയുടെ സ്നേഹത്തിന്റെ ആഴം പ്രകടമാക്കുവാൻ അതിജീവിത ഉപയോഗിക്കുന്നത്.
പ്രിയപ്പെട്ട ദൈവമേ, ആ അമ്മ നിലവിളിക്കുകയാണ്. വേദനയിലൂടെയും കുറ്റപ്പെടുത്തലുകളുടെയും വഞ്ചനയുടെയും നടുവിലും പിടിച്ചു നിൽക്കാൻ ധൈര്യം തരുന്നതിന് നന്ദി. ഇരുട്ടിലൂടെ നടന്നവരെ എല്ലാം അവിടുന്ന് കണ്ടു. ലോകം കേൾക്കാത്ത നിലവിളികൾ അവിടുന്ന് കേട്ടു. ഞങ്ങളുടെ ശരീരങ്ങൾ അപമാനിക്കപ്പെട്ടപ്പോൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലം പ്രയോഗിച്ച് ഞങ്ങളിൽ നിന്നും തട്ടിയെടുത്തപ്പോൾ അങ്ങ് ഞങ്ങളെ ചേർത്തു നിർത്തി. ഞങ്ങളുടെ മാലാക കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്നും ഞങ്ങൾക്ക് മാപ്പ് തരട്ടെ. ഒരു വൃത്തികെട്ട മനുഷ്യനെ വിശ്വസിച്ചതിന്, ഞങ്ങളുടെ കുഞ്ഞിന്റെ പിതാവാകുവാൻ യോഗ്യതയില്ലാത്തവനെ തെരഞ്ഞെടുത്തതിന് അവരുടെ ആത്മാക്കൾ സമാധാനം അനുഭവിക്കട്ടെ. അതിക്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഭയങ്ങളിൽ നിന്നും വിമുക്തരായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുവാൻ പരാജയപ്പെട്ട ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഞങ്ങളുടെ അശ്രുഗണങ്ങൾ സ്വർഗത്തിലെത്തട്ടെ. അതിജീവിത എഴുതുന്നു. അവ അവരോട് പറയട്ടെ, നിങ്ങളുടെ അമ്മമാർ നിങ്ങളെ ഒരിക്കലും മറക്കില്ല. നിങ്ങളുടെ സത്വം സുപ്രധാനമാണ്. നിങ്ങളുടെ ആത്മാവ് ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നാം വീണ്ടും കണ്ടുമുട്ടുന്നവരെ മമ്മിയുടെ ഹൃദയത്തിൽ നീ ഉണ്ടാവും. പ്രിയ കുഞ്ഞാറ്റ, ഞാൻ നിന്നെ അത്രമേൽ സ്നേഹിക്കുന്നു. സത്യം സത്യം സത്യം. എന്ത് കാരണം കൊണ്ടും ഉദരത്തിന് വളരുന്ന കുഞ്ഞിനെ കൊല്ലുന്ന അമ്മയ്ക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല. വേറൊരു പശ്ചാത്തലത്തിലാണെങ്കിലും ഒരു നിരപരാധിയുടെ രക്തം ചീന്താൻ നിമിത്തമായി യൂതയെക്കുറിച്ച് വയലാർ പാടിയതുപോലെ അന്ന് സലോമിയെ ദൈവം ശപിച്ചു. കണ്ണിൽ കനലുകളോടെ നിത്യദുഃഖത്തിന്റെ മുൾക്കിരീടങ്ങളെ നിങ്ങൾ കണിയുവാൻ കിട്ടു. ഇത് കവിയുടെ ശാപമല്ല, ആ ദുരിതം സമ്മാനിക്കുന്ന സത്യം പ്രഘോഷിക്കലാണ്. രാഹുൽ മാങ്കുട്ടത്തിന്റെ ബലാത്സംഗങ്ങളുടെ കഥകൾ എന്ത് പരിണാമം കൈവരിച്ചാലും അത് കേരള സമൂഹത്തെ ബാധിച്ചു കഴിഞ്ഞ ധാർമ്മിക അപജയമെന്ന ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമല്ലേ? അത് കോൺഗ്രസിന്റെ മാത്രം കഥയുമല്ല. പ്രതികൾ കോൺഗ്രസുകാർ മാത്രവുമല്ല. വിവാഹിതയായ യുവതികൾ ഭർത്താവിനെ വഞ്ചിച്ച് പരപുരുഷന്മാരോട് ചേർന്ന് ഏതു കാരണത്തിലാണ് ന്യായീകരിക്കാനാവുക? പുരുഷൻ കാണിക്കുന്ന തെറ്റുപോലെ ഈ വഞ്ചനയും തെറ്റല്ലേ? 1980 ഒരു MLA അവിധ വീഴ്ചകളുടെ കഥ സാന്ദർഭികമായി കേരള നിയമസഭയിൽ ഉയർത്തപ്പെട്ടപ്പോൾ എത്ര മോശമായാണ് മാധ്യമങ്ങൾ അക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് എന്തെല്ലാം കാണേണ്ടി വന്നു? 1996 നായനാർ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു മന്ത്രി നിയമസഭാ മന്ദിരത്തിൽ വെച്ച് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥയെ കടന്നു പിടിച്ചു. മന്ത്രി രാജിവെച്ച് എന്ത് ശരി, എന്തേ ഇങ്ങനെ നടക്കുന്നുവെന്ന് ആരെങ്കിലും ചോദിച്ചോ? മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് പറഞ്ഞ് ഒരു യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട അപ്പൻ, മന്ത്രി വിമാനത്തിൽ വെച്ച് സഹയാത്രിക്കാരെ കടന്നു പിടിച്ച മന്ത്രി, ഇവരെല്ലാം ഇന്ന് സമൂഹത്തിൽ വാഴ്ത്തപ്പെട്ടവർ. ഐസ്ക്രീം കേസിൽ ഒരു മന്ത്രിയായിരുന്നു പ്രതിയെങ്കിൽ സോളാർ കേസിൽ ആരെല്ലാമായിരുന്നു പ്രതി? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയുടെ ലിസ്റ്റിലുള്ളവരോ എത്രയോ ഉന്നതർ. പാർട്ടി ഓഫീസിലെ സ്റ്റാഫിനെ ഉപദ്രവിക്കുന്നത് സെക്രട്ടറി, അത് ഒളിക്യാമറയിൽ പിടിക്കുന്ന ജീവനക്കാരൻ, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെന്ന് പരിചയക്കാരി സ്ത്രീ ബ്രാൻഡ് ചെയ്യുന്ന മന്ത്രി, വിനോദയാത്രയ്ക്ക് വിളിക്കുന്ന മന്ത്രി. സ്വന്തക്കാർ പ്രതികളാകുമ്പോൾ എല്ലാവരും ന്യായീകരിക്കുവാൻ പഴുത് കണ്ടെത്തുകയല്ലേ? ഒപ്പം മറ്റവനെ കുറ്റം വിധിക്കാനും. നമ്മുടെ നാട് വല്ലാത്ത ദുരിതത്തിലേക്കാണ് പോകുന്നത്. നടി ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് വരെ പരാതി. അതിജീവിതയുടെ അഭിഭാഷക TV മിനിയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി കൊടുത്തത്. കോടതി മുറിയിൽ അഭിഭാഷകയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് പരാതി. ജഡ്ജി സ്വന്തം കോടതിയുടെ അലക്ഷ്യം കാണിച്ചുവെന്ന് അവർ പരാതിപ്പെടുന്നു. കേസിൽ വിധി പറയാൻ ആ ജഡ്ജിക്ക് അധികാരമില്ലെന്ന് വരെ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. കേസ് വിചാരണ ചെയ്യുന്നതിൽ നിന്നും അവരെ മാറ്റുവാൻ ഹൈക്കോടതിയും സുപ്രീം കോടതിയും കൂട്ടാക്കിയില്ല എന്നത് നിയമപരമായ പരിരക്ഷ. പക്ഷേ പ്രതി സംശയം പ്രകടിപ്പിക്കുമ്പോൾ സ്വയം മാറാൻ സന്നദ്ധ പ്രകടിപ്പിക്കുവാനുള്ള ധാർമ്മിക ബോധ്യത കോടതിക്കില്ലേ എന്ന ചോദ്യം പ്രസക്തമാകുന്നു. കേസിലെ പരിണാമങ്ങൾ ഏറെ കൗതുകം ഉളവാക്കുന്നു. ഷീലോങ്ങിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.